Assalamu alaikum wa rahmatullahi wa barakatuh. Al-hurufum bil kasr. Letters with vowel E. അറബി അക്ഷരങ്ങളുടെ മുകളിലിടുന്ന ചെറിയ വരക്ക് പറയുന്ന പേരാണ് ഫത്തഹ്. അതിൻ്റെ സൗണ്ട് എ എന്നതാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ മനസ്സിലാക്കി. അറബി അക്ഷരങ്ങളുടെ താഴെ ഇടുന്ന ചെറിയ വരയുടെ പേരാണ് കെസർ. അതിന് ഈ സൗണ്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ. നമ്മൾ ഫത്തഹും കെസറും നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും കെസ്റ് വരുമ്പോൾ ആ അക്ഷരങ്ങളുടെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹംസക്ക് കെസ്റ് നൽകുമ്പോൾ ഹംസ കെസ്റ ഇ. ഇനി ബാക്ക് കെസ്റ് നൽകുമ്പോൾ ബേ കെസ്റ ബി, ബേ കെസ്റ ബി. തേക്ക് കെസ്റ് നൽകുമ്പോൾ തേ കെസ്റ തി, സേ കെസ്റ സി, സേ കെസ്റ സി. ജീം കെസ്റ ജി, ജീം കെസ്റ ജി. ഹേ കെസ്റ ഹി, ഹേ കെസ്റ ഹി. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ബാക്കി എല്ലാ അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞു പോണത്. ഹി, ദി, സി, റി, സി, 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 ഷി, സ്വി, ലി, ലി, ത്വി, ലി, ലി, ലി. ഇ, ഐ, ഫി, ഖൈ, ഖൈ. കി, ലി, മി, നി, ഹി, വി, യി. ഇങ്ങനെയാണ് അറബി അക്ഷരങ്ങൾക്ക് കെസ്റ് നൽകുമ്പോൾ അതിൻ്റെ സൗണ്ട് വരുന്നത്. ഫതഹ് നൽകുമ്പോൾ എ സൗണ്ടും കെസ്റ് നൽകുമ്പോൾ ഈ സൗണ്ടുമാണ് അറബി അക്ഷരങ്ങൾക്ക് ലഭിക്കുക. കുറച്ച് കെലിമത്തുകൾ, കുറച്ച് വേർഡ്സുകൾ നമുക്ക് വായിച്ച് നോക്കാം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വയ്ക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.